ഹലോ, തുടങ്ങ്. തുടങ്ങാം. ആ, ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ബിസിനസ് ഓഫ് പ്രൊഫഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണുള്ളത്. ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടെണ്ണം കൂടിയാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ് ആണ്. അങ്ങനെ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണുള്ളത്. ദെൻ നിങ്ങൾക്ക് മെയിനായിട്ട് ബികോമാർക്ക് പഠിക്കാനുള്ളത് ഈ 5 ഹെഡ്സ് മാത്രമേ ഉള്ളൂ. ഈ ഹെഡിൽ നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളൂ. പിന്നെ അതിൻ്റെ ബാലൻസ് ഡിഡക്ഷൻസും ബാക്കിയുള്ള ടോട്ടൽ ഇൻകം കാൽക്കുലേഷനൊക്കെ അതുപോലെ GST ഒക്കെ അടക്കം നിങ്ങൾക്ക് അടുത്ത സെമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ നോക്കാം നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളത്. ക്യാപിറ്റൽ ഗെയിൻ ആണ് എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എഫക്റ്റഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ടു ആൻ അസസി ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, ആ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. എന്തെങ്കിലും പ്രോഫിറ്റോ എന്തെങ്കിലും ഗെയിനോ കിട്ടുകയാണ്. ഓക്കെ, എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കണവുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മീനിങ്. അപ്പോൾ അത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രീവിയസ് ഇയറിൽ ഈ പറഞ്ഞ അസസിക്ക് ഒരു അസസിക്ക് എന്ത് കിട്ടുകയാണ്? എന്തെങ്കിലും പ്രോഫിറ്റോ എന്തെങ്കിലും ഗെയിനോ എന്തെങ്കിലും നേട്ടമോ കിട്ടുകയാണെങ്കിൽ അത് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത് സാലറി എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യും. ഞാനൊരു ബിൽഡിങ് വാടക കൊടുക്കുന്നുണ്ട് എൻ്റെ പേരിലുള്ള, അതിന് ഞാൻ റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് ടാക്സ് ചെയ്യുക. ഓക്കെ, ഞാനൊരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പാർട്ട്ണർഷിപ്പിലെ മെമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഇൻകം ഈ പറയുന്ന എൻ്റെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് ടാക്സ് ചെയ്യുക. ഓക്കെ, എൻ്റെ പേരിലൊരു അസറ്റ് ഉണ്ടായിരുന്നു, ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ സംഭവം ഞാൻ എന്ത് ചെയ്തു? വിറ്റ് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയപ്പത്തിനെക്കാട്ടിലും കൂടുതൽ പൈസ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത സമയത്ത്, അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് കൊടുത്ത എമൗണ്ടിനേക്കാട്ടിലും കൂടുതൽ എമൗണ്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സ്ഥലം വാങ്ങി വെച്ചു, ആ സ്ഥലം ഞാൻ വാങ്ങിയത് 1 ലക്ഷം രൂപക്കാണ്, വിൽക്കുന്നത് ഞാനൊരു 3 ലക്ഷം രൂപക്കാണെങ്കിൽ എനിക്ക് അവിടെ എന്ത് കിട്ടും? ഒരു എക്സ്ട്രാ ഡിഫറൻസ്, ഒരു 2 ലാക്ക് റുപ്പീസ് അവിടെ പ്രോഫിറ്റ് വന്നു. അങ്ങനെ എന്തെങ്കിലും ഗെയിൻ കിട്ടുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഗെയിനോ അല്ലെങ്കിൽ പ്രോഫിറ്റോ അസസിക്ക് കിട്ടുകയാണെങ്കിൽ അത് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റൽ അസറ്റ് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അസസിക്ക് എന്തെങ്കിലും നേട്ടമോ അല്ലെങ്കിൽ ഗെയിനോ അല്ലെങ്കിൽ പ്രോഫിറ്റോ കിട്ടുകയാണെങ്കിൽ ആ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ആ ഗെയിൻസിനെ നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, ഇനി ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ആവണമെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിനിൻ്റെ പ്രധാനപ്പെട്ട 3 എലമെൻസുകൾ പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഈ അസറ്റ് എന്ത് ചെയ്യണം? ദർ ഷുഡ് ബി എ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആണ്. വെറുതെ കിട്ടുന്ന ഗെയിൻ അല്ല, ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന എന്തായിരിക്കണം? ഗെയിൻ ആയിരിക്കണം. ക്യാപിറ്റൽ ഗെയിൻ നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഗെയിൻ ആവണം ഒന്ന്. രണ്ടാമത്തെ പറയുന്നത് ട്രാൻസ്ഫേർഡ് അസറ്റ് ഷുഡ് ബി എ ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ആ ഒരു മീനിങ് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റ് എന്തായിരിക്കണം? ക്യാപിറ്റൽ അസറ്റ് തന്നെ ആയിരിക്കണം. നമുക്കറിയാം 2 രീതിയിലുള്ള അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് അല്ലേ, ഷോർട്ട് ടൈം അസറ്റും ലോങ് ടൈം അസറ്റുകളും ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് തന്നെ ആയിരിക്കണം? അത് ക്യാപിറ്റൽ നേച്ചറുള്ള ക്യാപിറ്റൽ അസറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അസറ്റ് നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പറയാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് എന്തായിരിക്കണം? ഷുഡ് ബി ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ എലമെൻ്റ് ആണ്. മൂന്നാമത്തത് ദ ട്രാൻസ്ഫർ മസ്റ്റ് ബി എഫക്റ്റഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് നമ്മളുടെ പ്രീവിയസ് ഇയർ തന്നെ ആയിരിക്കണം. ഓക്കെ, പ്രീവിയസ് ഇയറിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തൊരു അസറ്റ്, ദെൻ ആ അസറ്റ് ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയും വേണം. ഓക്കെ, അതിലൂടെ കിട്ടുന്ന ഗെയിനാണ് നമ്മളിവിടെ ക്യാപിറ്റൽ ഗെയിനായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ,
ഇനി ഇവിടെ എന്താണ് ക്യാപിറ്റൽ അസറ്റ്? ഇവിടെ 2-3 സ്ഥലത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു വേർഡാണ് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നുള്ളത്. നോക്കാം നമുക്ക്. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഇൻക്ലൂഡിങ് മൂവബിൾ, ഇമ്മൂവബിൾ, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ ആൻഡ് ഇൻക്ലൂഡ് പേഴ്സണൽ അസറ്റ്. ഓക്കെ, they may or may not be related to business or business of the assessee ആണ്. അത് ചിലപ്പോൾ അത് അസസ്സിയുടെ ഈ പറയുന്ന ബിസിനസ്സുമായിട്ട് ബന്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? അതിൽ മൂവബിൾ വരാം. ഇപ്പോൾ മൂവബിൾ എന്തൊക്കെയാണ് വരിക? ഒരു കാറുണ്ട്, ഒരു ബൈക്ക് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഗോൾഡ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പലതും ഉണ്ടാവാം. ഇമ്മൂവബിൾ എന്തൊക്കെ വരിക? മെയിനായിട്ട് ലാൻഡ്, ബിൽഡിങ്, ഇങ്ങനെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വരാം. ടാഞ്ചിബിൾ അല്ലേ, ടാഞ്ചിബിളിലാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അത് ഈ പറയുന്ന മൂവബിൾ, ഇമ്മൂവബിളൊക്കെ വരാം. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ, ഗുഡ് വില്ല്, അതുപോലെ ഈ പറഞ്ഞ കോപ്പിറൈറ്റ്, ഫ്രാഞ്ചൈസി പോലുള്ള ഇൻടാഞ്ചിബിൾ ഉണ്ടാവാം. അത് അതിൽ ഇൻക്ലൂഡിങ് പേഴ്സണൽ അസറ്റ് ആണ്. നമുക്കത് ഇൻക്ലൂഡ്സ് പേഴ്സണൽ അസറ്റ് ആണ്. അത് നമ്മളുടെ പേഴ്സണൽ അസറ്റ് ആയിരിക്കണം, അയാളുടെ സ്വന്തം പേരിലുള്ളതായിരിക്കണം. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് മെയിനായിട്ട് പറയുന്നത്. ദേ മേ ഓർ മേ നോട്ട് ബി റിലേറ്റഡ് ടു ബിസിനസ് ഓർ ഓഫ് ദി അസസി ആണ്. ഓക്കെ, എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഗുഡ് വില്ല്, സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ് അല്ലേ. ഏതിൻ്റെ അറിയോ? ഈ ഇൻടാഞ്ചിബിളിൻ്റെ കേസാണ് ഈ പറഞ്ഞു കേട്ടോ. ഗുഡ് വില്ല്, സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ്. ഇപ്പോൾ ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടാവാം, വലിയ ലോറികൾ, ബസ്സുകളൊക്കെ അല്ലേ. അതിന് സ്റ്റേജ് ക്യാരേജ് പെർമിറ്റുകൾ. അവിടെ ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിനും ഇപ്പോൾ എന്താ പെർമിറ്റൊക്കെ എടുത്ത, ഇപ്പോൾ ഒരു നാട്ടിൽ ഓടാനുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പെർമിറ്റുകളൊക്കെ ഈ പറഞ്ഞ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിലാണ് വരിക. ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, അതുപോലെ ട്രീ സ്റ്റാൻഡിങ് ഓൺ അഗ്രികൾച്ചർ ലാൻഡ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, ക്യാപിറ്റൽ അസറ്റിൻ്റെ എക്സാമ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അസറ്റ് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, ഈ പറയുന്ന ഐറ്റംസ് നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യില്ല. അതിലൊന്ന് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓർ കൊമേഴ്ഷ്യൽ ഗുഡ്സ് ആണ്. ഓക്കെ, എന്താ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? സ്റ്റോക്ക് ഇൻവെൻ്ററി ആണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പരമായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെൻ്ററി നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ല. അതുപോലെ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ പല സ്റ്റോറുകളുണ്ടാവാം, പല കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ഐറ്റംസും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ല. ഓക്കെ, റോ മെറ്റീരിയൽ ഹെൽഡ് ഫോർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദി അസസി ആണ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ബിസിനസ്സിലോട്ട് ആവശ്യമായിട്ട് വന്ന എന്തെങ്കിലും റോ മെറ്റീരിയൽസിന് എന്ന് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ റോ മെറ്റീരിയൽ ഹെൽഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദ അസസി ഈസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, നെക്സ്റ്റ് അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ ആണ്. ഓക്കെ, അതായത് ഇന്ത്യയിൽ ഉള്ളൊരു അഗ്രികൾച്ചർ ലാൻഡാണ്, അത് റൂറൽ ഏരിയസിലുള്ള ഒരു ആണെങ്കിൽ പോലും അല്ലേ, അത് എന്തായിട്ട് കണക്കാക്കില്ല? അഗ്രികൾച്ചർ ഈ പറഞ്ഞ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ല. നോക്കുക, അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ അത് റൂറൽ ഏരിയയിലാണെങ്കിലാണ് നമ്മൾ അതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കത്തുള്ളൂ. ഇനി അർബൻ ഏരിയയിലാണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റാണ്. എന്താണ് റൂറൽ ഏരിയ, എന്താണ് അർബൻ ഏരിയ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ? ഗ്രാമപ്രദേശങ്ങളും അതുപോലെ തന്നെ പട്ടണ പ്രദേശങ്ങളാണ്. അതിൽ ഈ ടൗണുകളിലൊക്കെ ഉള്ള ഈ പറയുന്ന അഗ്രികൾച്ചർ ലാൻഡ് അത് ക്യാപിറ്റൽ അസറ്റായിട്ട് തന്നെ കണക്കാക്കും. ദെൻ റൂറൽ ഏരിയാസിൽ അത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻഡ് ആണെങ്കിൽ അല്ലേ, പാടങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ല. അത് വിറ്റ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രോഫിറ്റിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനായിട്ട് കണക്കാക്കില്ല. പക്ഷേ അർബൻ ഏരിയ ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിനായിട്ട് തന്നെ ഇത് കണക്കാക്കും. ഓക്കെ, ചില ബോണ്ടുകളുണ്ട്, ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ചില ബോണ്ടുകളുണ്ട്. ദെൻ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ക്യാപിറ്റൽ അസറ്റായിട്ട്. ഇപ്പോൾ ചില ബോണ്ടുകളൊക്കെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാനത് വാങ്ങിയെന്ന് വിചാരിക്കാം ബോണ്ട്, ആ ബോണ്ട് വാങ്ങിയിട്ട് ഞാനത് വാങ്ങണത് എക്സാമ്പിളായിട്ട് ഞാനൊരു 50,000 രൂപയ്ക്ക് ഗവൺമെൻറ് ബോണ്ട് വാങ്ങി, പിന്നീട് ഞാനതൊരു 70,000 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിക്കാം.
ആ ഗവൺമെൻറ് ബോണ്ടിൽ കൃത്യമായിട്ട് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇത് ക്യാപിറ്റൽ അസറ്റിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ അതും ക്യാപിറ്റൽ അസറ്റിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ആ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ 50,000 വാങ്ങിയത് 70,000 വിറ്റ് കഴിഞ്ഞാലും അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എന്ത് ചെയ്യില്ല, കണക്കാക്കില്ല. ഓക്കെ. ഇനി പേഴ്സണൽ അസറ്റ് ലൈക്ക് വിയറിങ് അപ്പാരൽസ്, ഫേർണിച്ചർ, കാറ്, ഹോം അപ്ലയൻസ്, ഈ പറയുന്ന ജ്വല്ലറി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ജ്വല്ലറി മെയ്ഡ് ഓഫ് ഗോൾഡ്, അതുപോലെ സിൽവർ, പ്ലാറ്റിനം ഓർ എനി അതർ പ്രീഷ്യസ് മെറ്റൽസ്, ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. അതല്ലാത്ത ഐറ്റംസുകൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പേഴ്സണൽ അസറ്റുകളാണ്. ഈ പറഞ്ഞ കാറ്, ഹോം അപ്ലയൻസസ്, അല്ലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് എന്തൊക്കെ ഉണ്ടാവാം, ഇപ്പോൾ ഫ്രിഡ്ജ്, ടി വി പോലുള്ള ഐറ്റംസൊക്കെ അല്ലേ, ഹോം അപ്ലയൻസുകൾ. അതുപോലെ കാറ്, ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവാം, വിയറിങ് അപ്പാരൽസുകൾ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ ആദ്യം വാങ്ങിയിട്ട് പിന്നീട് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കണക്കാക്കില്ല. അതിന് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നും ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷേ ഈ പറയുന്ന ജ്വല്ലറി, ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ, സിൽവർ, പ്ലാറ്റിനം പോലുള്ള പ്രീഷ്യസ് മെറ്റൽസ്, ഇപ്പോൾ നമ്മളുടെ പവിഴം പോലെ നമ്മളുടെ ഒരുപാട് കല്ലുകളൊക്കെ ഉണ്ടാവാം, രത്നക്കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ഈ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇനി ക്യാപിറ്റൽ അസറ്റിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ.